ഓൺലൈനായിട്ട് നിരന്തരം പണമിടപാടുകൾ നടത്തുന്ന ആളുകളാണോ നിങ്ങൾ? ചോദിക്കേണ്ട കാര്യമില്ല, അങ്ങനെ തന്നെ ആയിരിക്കാം. എന്നാൽ ഓൺലൈനായിട്ട് പണമിടപാടുകൾ നടത്തുമ്പോൾ സുരക്ഷയ്ക്കായിട്ടുള്ള 5 പ്രധാന കാര്യങ്ങളിതാ. COVID-19 സമയത്തും അതിനുശേഷവും ഡിജിറ്റൽ പേയ്മെൻറ്റുകളായ UPI, ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകൾ, മൊബൈൽ ബാങ്കിങ് എന്നിവ പോലുള്ള പേയ്മെൻറ്റ് രീതികളുടെ ഉപയോഗം രാജ്യത്തുടനീളം വർദ്ധിച്ചിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാമെന്നതിനാലും എല്ലാവർക്കും ഇഷ്ടമാണെന്ന രീതി ആയതിനാലും ഒരുപാട് സുരക്ഷാ പ്രശ്നങ്ങൾ ഇതിന് പിന്നിലുണ്ട്. സുരക്ഷിതമായ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇടപാടുകൾ ഉറപ്പാക്കാനുള്ള 5 നിർദ്ദേശങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. കാർഡ് വിവരങ്ങൾ സൂക്ഷിക്കാതിരിക്കുക. അതായത് ഓൺലൈൻ ഷോപ്പിംഗ് സമയത്ത് ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ സേവ് ചെയ്യാതിരിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക. ഭാവിയിൽ എളുപ്പത്തിൽ പേയ്മെൻറ്റുകൾ ചെയ്യാനായിട്ട് പലരും ഈ വിവരങ്ങൾ സേവ് ചെയ്യാറുണ്ട്. എന്നാൽ നിങ്ങളുടെ ഓൺലൈൻ ഷോപ്പിംഗ് പൂർത്തിയാക്കിയ ശേഷം കാർഡ് വിവരങ്ങൾ സേവ് ചെയ്യാതിരിക്കുന്നത് സുരക്ഷിതത്തിനും തട്ടിപ്പുകൾ ഒഴിവാക്കാനുമുള്ള ഒരു അടിപൊളി മാർഗമാണ്. പണമിടപാടുകൾക്കായി സ്വകാര്യ ബ്രൗസർ ഉപയോഗിക്കുക. ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ നടത്തുമ്പോൾ സംശയാസ്പദമായ ആപ്ലിക്കേഷനുകൾ, വെബ്സൈറ്റുകൾ എന്നിവയിൽ നിന്ന് വിട്ടു നിൽക്കുകയും വിശ്വസനീയമായ ആപ്പുകൾ മാത്രം ഉപയോഗിക്കുകയും ചെയ്യുക. ഇടപാടുകൾക്കായി സ്വകാര്യ ബ്രൗസറും HTTPS എന്നീ സുരക്ഷിത ലിങ്കുകളും ഉപയോഗിക്കുന്നത് സാമ്പത്തിക സുരക്ഷയെ വർദ്ധിപ്പിക്കും. ഇത് സുരക്ഷിതമായ ഓൺലൈൻ ബാങ്കിങ്ങിനും കുക്കികൾ, ക്രെഡൻഷ്യൽ സേവകൾ ചെയ്യാതിരിക്കുന്നതിനും രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ്. കൂടാതെ ഇടപാട് പൂർത്തിയാക്കിയാൽ പേജിൽ നിന്ന് ലോഗൌട്ട് ചെയ്യാനും ശ്രദ്ധിക്കുക. പാസ്വേഡുകൾ മറ്റാർക്കും നൽകരുത്. നിങ്ങളുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് അക്കൗണ്ടുകളുടെ പാസ്വേഡുകൾ ശക്തവും കൃത്യവുമായിരിക്കണം. അതോടൊപ്പം തന്നെ ഈ പാസ്വേഡുകൾ മറ്റാർക്കും ഷെയർ ചെയ്യാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. വ്യാജ കോൾ വഴി പാസ്വേഡ്, ATM പിൻ കാർഡ് എന്നിവ ആവശ്യപ്പെടുന്നവർക്ക് മറുപടി നൽകാതിരിക്കാനും ശ്രദ്ധിക്കുക. അതായത് നമുക്കിപ്പോൾ എല്ലാവരും വിളിച്ചു ചോദിക്കാറുണ്ട്, നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വിളിക്കുകയാണ്, OTP ഒന്ന് പറഞ്ഞു തരുമോ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മൾ OTP ഒന്നും ഷെയർ ചെയ്യാതിരിക്കുക. വ്യക്തികൾ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ വിശ്വസനീയമായ വെബ്സൈറ്റുകളിലും ആപ്പുകളിലും മാത്രം ഉപയോഗിക്കുക. കൂടാതെ ഒരു സംരക്ഷിത വെർച്വൽ കീബോർഡ് ഉപയോഗിക്കുക. ട്രാൻസാക്ഷനുകൾ പൂർത്തിയാക്കിയതിനു ശേഷം വെബ്സൈറ്റിൽ നിന്നും ലോഗൗട്ട് ചെയ്യാനും മറക്കരുത്. പൊതു കമ്പ്യൂട്ടറുകൾ, വൈഫൈ നെറ്റ്വർക്കുകൾ എന്നിവ ഒഴിവാക്കുക. അതായത് ഓൺലൈൻ ട്രാൻസാക്ഷനുകൾ നടത്തുമ്പോൾ പൊതുവായ കമ്പ്യൂട്ടറുകൾ അല്ലെങ്കിൽ വൈഫൈ നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. വിശ്വസനീയമായ വെബ്സൈറ്റുകൾ മാത്രം ഉപയോഗിക്കുന്നതിന് ശ്രദ്ധിക്കുക. വൈഫൈ നെറ്റ്വർക്ക് ഉപയോഗിച്ച് പണമിടപാടുകൾ നടത്തുന്നത് ഡാറ്റ മോഷണത്തിന് കാരണമാകുന്നുണ്ട്. വ്യാജ ആപ്പുകളോടൊരു ജാഗ്രത പുലർത്തുക. ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും പല വ്യാജ ആപ്പുകളും ഇന്ന് നിരവധിയുണ്ട്. മൾട്ടിപ്പിൾ നെഗറ്റീവ് റിവ്യൂസ്, കുറഞ്ഞ ഡൗൺലോഡുകൾ, വേരിഫൈഡ് ബാഡ്ജ് ഇല്ലാത്തത് എല്ലാം തന്നെ ഒഴിവാക്കുക. കൂടാതെ ഫോണിലെ ക്യാമറ, കോൺടാക്റ്റ്, SMS തുടങ്ങിയവയ്ക്ക് ആപ്പുകൾ അനുമതി ചോദിച്ചാൽ എല്ലാം വായിച്ചു നോക്കി ശ്രദ്ധയോടെ മനസ്സിലാക്കിയതിന് മാത്രം